പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 5 പ്രധാന വാർത്തകൾ. SNDP യോഗം സലാല യൂണിയന്റെ കീഴിലുള്ള റൈസുത്ത് ശാഖ സലാല മ്യൂസിക് ഹാളിൽ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശാഖാ പ്രസിഡന്റ് പ്രശോഭ് സത്യപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂണിയൻ പ്രസിഡന്റ് കെ രമേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി സതീഷ് സദാനന്ദൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും വാർഷിക കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി ആർ മനോഹരൻ ആശംസയും കൗൺസിലർ ശ്യാം മോഹൻ കൃതജ്ഞതയും അർപ്പിച്ചു. പുതിയ ശാഖാ ഭാരവാഹികളായി പ്രശോഭ് സതീഷ്, രാജേഷ്, ബിജു, നിഷ രാജേഷ്, ശ്യാം മോഹൻ, ആലിൻ എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. 2 മാസത്തെ വേനൽക്കാല അവധി കഴിഞ്ഞ് രാജ്യത്ത് കൂടുതൽ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നലെയായിരുന്നു പഠനാരംഭം. മറ്റു ചില സ്കൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും തുറന്നിരുന്നു. 2023-24 വർഷത്തെ അധ്യയന കാലം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും 2 മാസക്കാലത്തെ വേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നൽകുന്നത്. പ്രവാസി കുടുംബങ്ങൾ മടങ്ങി വരികയാണ്. ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അൽസലാമ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദീഖിനെ മസ്കത്ത് KMCC മബേല ഏരിയ കമ്മിറ്റി അനുമോദിച്ചു. മസ്കത്ത് KMCC വൈസ് പ്രസിഡന്റ് സയ്യിദ് AKK തങ്ങൾ കുറ്റിയാടി ഉദ്ഘാടനം ചെയ്തു. മബേല KMCC പ്രസിഡന്റ് സലീം അന്നാര അധ്യക്ഷത വഹിച്ചു. വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ICF ഇന്റർനാഷണൽ കൗൺസിൽ ഭാരവാഹികൾ സന്ദർശനം നടത്തി. ICF ഇന്റർനാഷണൽ കൗൺസിൽ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ, സെക്രട്ടറി ഷരീഫ് കാരശ്ശേരി എന്നിവരാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിക്കൊപ്പം മലയിടിച്ചിൽ സംഭവിച്ച പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത്. പരിക്കുപറ്റിയവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, ദുരിതാശ്വാസ ക്യാമ്പുകൾ, വിവിധ സമാഹരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. മന്ത്രിമാരായ P രാജീവ്, K രാജൻ, T സിദ്ദീഖ് MLA എന്നിവരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. വിവരണാതീതമാണ് ദുരന്തമുഖത്തെ അനുഭവങ്ങളെന്നും അവ അതിജയിക്കാൻ നമുക്ക് കഴിയണമെന്നും സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു. കേരള സർക്കാരുമായും കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലും വരുന്ന സമഗ്ര പുനരധിവാസ പാക്കേജിൽ ICF പങ്കാളിത്തം വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നു മുതൽ ഒമാനിൽ കനത്ത മഴയത്തും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വീണ്ടും മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയും അകമ്പടിയോടെ മഴ തുടരും. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. മസ്കത്ത്, തെക്ക് വടക്ക് ബാത്തിന, ദാഖിലിയ, ദാഹിറ, ബുറൈമി, വടക്കൻ ഷർക്കിയ, മുസന്തം ഗവർണറേറ്റിൽ മഴ ലഭിക്കും. 25 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. 15 മുതൽ 25 നോട്ട് വരെ വേഗത്തിൽ കാറ്റ് വീശും. തീരദേശങ്ങളിൽ തിരമാല ഉയരാനും സാധ്യതയുണ്ട്. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റു ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഒമാൻ കടലിൻ്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും. മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. ബൗഷർ ബ്ലഡ് ബാങ്കിൽ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട രക്തം ആവശ്യമുണ്ടെന്നും രക്തദാതാക്കൾ അടിയന്തരമായി ഈ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യണമെന്നും ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം വേനൽക്കാലത്ത് ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ആളുകൾ ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ബൗഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തം ദാനം ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യൽ നിർബന്ധമില്ല. ദിനംപ്രതി 140 യൂണിറ്റ് രക്തം വരെയാണ് രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിലവിൽ ആവശ്യം വരുന്നത്. മറ്റു മാസങ്ങളിൽ ശരാശരി 100 യൂണിറ്റ് രക്തമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു.
നഖൽ പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം 12,000-ൽ പരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ഗതാഗത മേഖലയിലെ നടപടികൾ സുഗമമാക്കുന്നതിനും നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനും 2020-ലാണ് മന്ത്രാലയം നഖൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടക്കം കുറിച്ചത്. അനധികൃത ട്രാൻസ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് 11,664 നിയമലംഘനങ്ങളും ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ട് 8,030 നിയമലംഘനങ്ങളും ഇതുവരെ നഖൽ രേഖപ്പെടുത്തി. അതേസമയം നഖൽ പ്ലാറ്റ്ഫോം ഏർപ്പെടുത്തിയ വാഹന രജിസ്ട്രേഷൻ, പെർമിറ്റ്, വിവിധ ലൈസൻസുകൾ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത ട്രാൻസ്പോർട്ടിംഗ്, ചരക്ക് കടത്ത് തുടങ്ങി വിവിധ നിയമലംഘനങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് നിയമ നടപടികൾക്ക് വിധേയമായത്. 200 റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനധികൃത ടാക്സി സർവീസുകളിലും ചരക്കുകടത്തുകളിലും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് വൻതുക പിഴ അടയ്ക്കേണ്ടി വന്നവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു. ഗതാഗത നിയമം എല്ലാ കമ്പനികളും വ്യക്തികളും കമ്പനികളും പാലിക്കണമെന്നും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമമനുസരിച്ച് റോഡ് മാർഗമുള്ള ഏത് തരം ചരക്ക് കടത്തും പ്രവാസികൾക്ക് വിലക്കിയിട്ടുള്ളതാണ്. അനധികൃത ടാക്സികളും അധികൃതർ കർശനമായി പരിശോധിക്കുന്നുണ്ട്. തലസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നവരും വിമാനത്താവളങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെയും മറ്റും കൊണ്ടുപോകുന്നവരും ചരക്ക് കടത്തും ഒരിക്കലും അനുവദിക്കാനാകില്ല. നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ നിന്നും വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടുകെട്ടിയത്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ 2000 കിലോഗ്രാമിലധികം പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തതെന്നും കസ്റ്റംസ് അധികൃതർ പറഞ്ഞു. മസ്കത്തിലെ ബാഡ്മിൻ്റൺ പ്രേമികളുടെ കൂട്ടായ്മയായ കേരള സ്മാഷേഴ്സ് ഓപ്പൺ ബാഡ്മിൻ്റൺ മത്സരം സംഘടിപ്പിച്ചു. വാദി കബീർ കോസ്മോസ് ബാഡ്മിൻ്റൺ അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ പ്രീമിയർ മെൻസ് എ, മെൻസ് ബി ഗ്രൂപ്പുകളിലായി 70ഓളം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ പ്രീമിയർ ഗ്രൂപ്പിൽ ഗുരുരാജ് ഹിമേഷ്, മെൻസ് എ ഗ്രൂപ്പിൽ പ്രമോദ് അനീഷ് ലാൽ, മെൻസ് ബി ഗ്രൂപ്പിൽ പ്രിൻസ് വിജേഷ് എന്നിവർ ജേതാക്കളായി. നൗഫൽ രാജേഷ്, സലാം നദീം, സുജിത് സാജൻ എന്നിവർ യഥാക്രമം 2ാം സ്ഥാനത്തും പ്രിൻസ് അനീഷ് ലാൽ, ഗുരുരാജ് എന്നിവരെ മികച്ച കളിക്കാരായും തിരഞ്ഞെടുത്തു. ജേതാക്കൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും പ്രോത്സാഹന സമ്മാനങ്ങളും സമാപന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഒമാനിൽ വിവാഹിതരാകുന്നവർ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. വിവാഹമോചിതരുടെ എണ്ണവും കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവാഹിതരിലും വിവാഹമോചിതരിലും മസ്കത്ത് ഗവർണറേറ്റാണ് ഒന്നാമത്. കഴിഞ്ഞ വർഷം 14,716 വിവാഹങ്ങളാണ് രാജ്യത്ത് ആകെ രജിസ്റ്റർ ചെയ്തത്. 2023-ൽ ഇത് 15,400-ഉം തൊട്ട് മുമ്പുള്ള വർഷം 19,294-ഉമായിരുന്നു. മസ്കത്ത് ഗവർണറേറ്റിലാണ് കൂടുതൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തത്. 3,828 വിവാഹമോചന കേസുകളാണ് 2023-ൽ രജിസ്റ്റർ ചെയ്തത്. 2022-ൽ ഇത് 4,160-ഉം തൊട്ട് മുമ്പുള്ള വർഷം 3,837-ഉമായിരുന്നു. എന്നാൽ മസ്കത്തിൽ വിവാഹമോചന നിരക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി 853-ൽ നിന്ന് 977-ആയും 1,008-ആയും ഉയർന്നു. മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആഗസ്റ്റ് 15-ന് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. എംബസി അങ്കണത്തിൽ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പതാക ഉയർത്തും. മുഴുവൻ ഇന്ത്യക്കാർക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. എംബസിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. എംബസിയിൽ 6:45-ന് റിപ്പോർട്ട് ചെയ്യുകയും വേണം. മസ്കത്ത് ഗവർണറേറ്റിൽ കടൽ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 27 വിദേശികളെ കോസ്റ്റ് ഗാർഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യക്കാരാണ് പിടിയിലായത്. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. സഞ്ചരിച്ച ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിന് കര, കടൽ, വ്യോമ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. നിയമം ലംഘിച്ച് രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകരുതെന്ന് പോലീസ് സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു. നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.
മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രഖ്യാപിച്ച പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം പ്രോസസ്സിംഗിൽ മാറ്റം പ്രാബല്യത്തിൽ. വിമാനത്താവളത്തിൽ PBS മാറ്റം വരുന്നതിനാൽ യാത്രക്കാർ പതിവിലും നേരത്തെ എത്തിച്ചേരണമെന്ന് കഴിഞ്ഞ ദിവസം ഒമാൻ എയർപോർട്ട്സ് അധികൃതർ സർക്കുലറിൽ അറിയിച്ചിരുന്നു. ഇനി മുതൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 40 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് പാസ് റീഡിംഗ് പൂർത്തിയാക്കണം. ഇതിനുശേഷം ചെക്ക് പോയിന്റ് വഴി വിമാനത്താവളത്തിലേക്ക് കടത്തിവിടില്ല. വിമാനങ്ങൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നതിന് എല്ലാവരും നിർദ്ദേശം പാലിക്കണമെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു. ഇനി മുതൽ പാസഞ്ചർ പ്രോസസ്സിംഗ് കട്ട് ഓഫ് സമയം വിമാനം പുറപ്പെടുന്നതിന് 40 മിനിറ്റ് മുമ്പായിരിക്കും. നേരത്തെ ഇത് 20 മിനിറ്റായിരുന്നു. വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ അനുഭവവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം പ്രോസസ്സിംഗിൽ മാറ്റം കൊണ്ടുവന്നത്. അതേസമയം ഇനിയുള്ള ദിവസങ്ങളിൽ വൈകി വിമാനത്താവളത്തിലെത്തുന്നവർക്ക് യാത്ര മുടങ്ങും. നേരത്തെ വിമാനത്താവളത്തിലെത്തി 40 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് പാസ് റീഡിംഗ് പൂർത്തിയാക്കണമെന്ന് ട്രാവൽ ഏജൻസികളും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.